ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം കയ്യിലെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റേതായ തന്ത്രങ്ങൾ കൊണ്ട് രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് മോദി. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വ്യാപാര സംഘർഷത്തിൽ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള നേതാവെന്ന സ്ഥാനം മോദിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയോടൊപ്പം സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ് ഓരോ രാജ്യത്തിലെ നേതാക്കളും. ഇപ്പോഴത്തെ സീഷെൽസിന്റെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചിരിക്കുകയാണ് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് തന്റെ സന്ദർശനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ വർഷം അടയാളപ്പെടുത്തുന്നത്. ജൂണിൽ സീഷെൽസും ഇന്ത്യയും അവരുടെ നയതന്ത്ര ബന്ധങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷിക്കും. സീഷെൽസിന്റെ 50ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് മിസ്റ്റർ മോദിയെ വിശിഷ്ട അതിഥിയായി ക്ഷണിക്കും. പ്രസിഡന്റ് ഹെർമിനി പറഞ്ഞത് ഇങ്ങനെയാണ്: അടുത്ത 5 വർഷത്തേക്കുള്ള സഹകരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പൊതുവായ കാഴ്ചപ്പാട് ഞങ്ങൾ പങ്കിട്ടു. ഇന്ത്യ സമുദ്ര രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ സമുദ്ര സുരക്ഷയും പ്രാദേശിക സ്ഥിരതയും ബന്ധത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്നും പടിഞ്ഞാറൻ ഇന്ത്യ സമുദ്രത്തിൽ സുരക്ഷ, സ്ഥിരത, നിയമാനുസൃത പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പങ്കിട്ട ഉത്തരവാദിത്തം അവർ വീണ്ടും ഉറപ്പിച്ചുവെന്നും വ്യക്തമാക്കി. സമുദ്ര നിരീക്ഷണം, സുരക്ഷ, പ്രതിരോധശേഷി വികസനം എന്നിവയിലെ ഞങ്ങളുടെ സഹകരണം അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ, കടൽ കൊള്ള, സമുദ്ര ഭീഷണികൾ എന്നിവയെ ചെറുക്കുന്നതിനും നിർണായകമായ കടൽപാതകൾ സംരക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു. പുനരുപയോഗ ഊർജത്തിനും പ്രതിരോധശേഷിക്കും നൽകുന്ന പിന്തുണയെ അദ്ദേഹം കൂടുതൽ എടുത്തു പറഞ്ഞു. ITEC പ്രോഗ്രാമിനെ അദ്ദേഹം പ്രശംസിക്കുകയും രാജ്യത്തിന്റെ സ്ഥാപനപരമായ കഴിവുകളെയും മാനവ വിഭവശേഷിയെയും അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ടൂറിസം സീഷെൽസ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു മൂലക്കല്ലായി തുടരുന്നു. മെച്ചപ്പെട്ട വ്യോമഗതാഗതം പിന്തുണയ്ക്കുന്ന വളരുന്ന വിപണിയെ ഇന്ത്യ പ്രതിനിധീകരിക്കുന്നു. വ്യാപാരം, നിക്ഷേപം, കൂടുതൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും കൂട്ടിച്ചേർത്തു. ആരോഗ്യ നയതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക്, മെഡിക്കൽ വൈദഗ്ധ്യം പങ്കിടൽ, സ്ഥാപന പങ്കാളിത്തം, പ്രത്യേക പരിചരണം എന്നിവ ഉൾപ്പെടെ സീഷെൽസിലെ ജനങ്ങൾക്ക് വ്യക്തമായ നേട്ടങ്ങൾ നൽകി. ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള വിജയകരമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ പങ്കിടുന്നതിനുള്ള ഒരു ധാരണാപത്രത്തിൽ ഞങ്ങൾ ഒപ്പുവെച്ചു. പത്രസമ്മേളനത്തിനിടെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ മുഴുവൻ സമയ അംഗമായി സീഷെൽസിനെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി മോദി പ്രതിരോധവും സമുദ്ര സഹകരണവും ബന്ധത്തിന്റെ പ്രധാന തൂണുകളാണെന്നാണ് വ്യക്തമാക്കിയത്. സാമൂഹ്യ ഭവന നിർമ്മാണം, മൊബിലിറ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ആരോഗ്യം, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ കോൺക്രീറ്റ് പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി സീഷെൽസിന് $175 മില്യൺ പ്രത്യേക സാമ്പത്തിക പാക്കേജും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ സീഷെൽസ് ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയാണ് വികസന പങ്കാളിത്തം. സീഷെൽസിന്റെ മുൻഗണനകളെയും ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും. ഈ ദിശയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ $175 ദശലക്ഷം ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാൻ പോകുന്നു. സാമൂഹ്യ ഭവന നിർമ്മാണം, മൊബിലിറ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ആരോഗ്യം, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ മൂർത്തമായ പദ്ധതികളെ ഈ പാക്കേജ് പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംയുക്ത പത്രസമ്മേളനത്തിന് മുൻപ് നേതാക്കൾ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയും രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾ ഇന്ത്യ സീഷെൽസ് പങ്കാളിത്തത്തെ എങ്ങനെ നയിക്കുന്നുവെന്നും പ്രചോദിപ്പിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.